ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ മീൻ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെയും പുട്ട്, ഇടിയപ്പം എന്നിവയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപാര രുചിയുള്ള ഈ മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മീൻ കറി വയ്ക്കാനുള്ള കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം. വേപ്പില ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ചെറുള്ളിയാണ് വേണ്ടത്. ഞാനൊരു 20 ചെറുള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം അരക്കപ്പോളം ചെറുള്ളി ഉണ്ടാകും കേട്ടോ. അത്രയും ചേർത്താലേ ഈ കറിക്ക് അതിൻ്റേതായിട്ടുള്ള രുചി ഉണ്ടാവുള്ളൂ. ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഞാൻ 1 ഇഞ്ച് നീളത്തിൽ 4 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഇഞ്ചി ഇതിൽ ചേർക്കണം. അപ്പോൾ ഈ ചതച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ഉള്ളിയൊക്കെ നല്ലതുപോലെ ചുവന്ന് മുരിയുന്നത് വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ഒരു ചെറിയ ജാറെടുക്കാം. അതിലേക്ക് ചേർക്കേണ്ടത് മുഴുവൻ വറ്റൽമുളകാണ്. ഇവിടെ ഞാൻ 7 ചെറിയ നാടൻ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 6 വലിയ കാശ്മീരി വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഈ അരപ്പ് തയ്യാറാക്കുന്നത്. നാടൻ വറ്റൽമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറവ് മതിയെങ്കിൽ കുറച്ചെടുക്കാം. കാശ്മീരി വറ്റൽമുളക് ഇത്രയും തന്നെ എടുക്കുക. നല്ല ഗ്രേവി ഉണ്ടാവും, നല്ല കളറും ഉണ്ടാകും. അതിനുവേണ്ടിയാണ് കാശ്മീരി വറ്റൽമുളക് ചേർക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും, നല്ല കളറും ഉണ്ടാവും, നല്ല രുചിയുമായിരിക്കും. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മൊരിയാൻ വെച്ചിരുന്ന ഉള്ളി നല്ലതുപോലെ മൂത്തൊന്ന് നോക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ഈ പാകത്തിൽ വേണം മുരിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറിയിൽ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ അരപ്പ് ചേർക്കണതിന് മുന്നേ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് അല്പം വെള്ളത്തിൽ അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെയാണ് ഈ അരപ്പിരിക്കുന്നത്. നമ്മൾ മുളക് പൊടി നനച്ച് അരച്ചെടുത്താൽ ഇതുപോലെ ആവില്ല. അതുപോലെ ഡയറക്റ്റായിട്ട് മുളക് പൊടി ചേർത്തിട്ട് നമ്മൾ ഈ കറി ഉണ്ടാക്കിയാലും ഇതുപോലെ ആയി കിട്ടില്ല കേട്ടോ. ഇതുപോലെ അരച്ചെടുത്ത കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഈ അരപ്പൊന്ന് നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കറിക്ക് വേണ്ട ഉപ്പ് ഏകദേശം 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അരപ്പ് നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അരപ്പ് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മളുടെ കറി എത്രമാത്രം നന്നായിരിക്കുമെന്ന്. ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമുള്ള കുടംപുളിയോ വാളംപുളിയോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർക്കുന്നവരാണെങ്കിൽ ആവശ്യത്തിനുള്ള കുടംപുളി കഷ്ണങ്ങൾ ചേർക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് വാളംപുളിയാണ് ചേർക്കുന്നത്. അത് 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. അതിൽ പകുതി ഇതിലേക്ക് ചേർത്തിട്ട് ഈ അരപ്പുമായി ഒന്ന് അഴിപ്പിച്ചെടുക്കാം. ഇനി ബാക്കി പകുതിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ബാക്കി പകുതി നമ്മൾ മാറ്റി വെച്ചിരുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ പുളിയാണ് നമ്മളെടുത്തിട്ട് ഇത് അഴിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾ കുടംപുളിയാണെങ്കിൽ കുടംപുളി കഷ്ണങ്ങൾ ആവശ്യമുള്ളത് ചേർക്കുക. ഇപ്പോൾ അരപ്പുമായി നല്ലതുപോലെ പുളിവെള്ളം മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് വഴറ്റി ഉണ്ടാക്കിയാൽ ഇതുപോലെ കുറുകിയ ഗ്രേവി ഉണ്ടാകില്ല. ഇതിലേക്ക് ഇനി തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് 2ാം പാൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഗ്രേവിയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് തിളപ്പിക്കണം. ഈ സമയത്ത് ഇതിലെ ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഇതിൽ അല്പം ഉപ്പിൻ്റെ പോരായ്മയുണ്ട്, ഞാനതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊരു 3-4 മിനിറ്റ് തിളപ്പിക്കാം. മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മീനും ഉപയോഗിക്കാം. അധികം മുള്ളില്ലാത്ത മീനായിരിക്കണമെന്ന് മാത്രം. അയല കൊണ്ടും നമുക്ക് ഈ കറി വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വാങ്ങിയപ്പോൾ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം അരപ്പിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾക്ക് അധികം വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാലും ഒരു 10 മിനിറ്റ് വരെ വെന്താലേ ഈ ഗ്രേവിയിലൊക്കെ മീൻ കഷ്ണങ്ങളുടെ ആ ജ്യൂസൊക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പോഴേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് തേങ്ങയുടെ 1/4 പാലാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് 1/4 പാൽ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല കുറുകിയ ഗ്രേവിയാണിത്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തിളച്ച് വരുമ്പോഴേക്കും ഇതൊന്നുകൂടി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇത് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ അരപ്പ് അരച്ചുണ്ടാക്കിയാലേ ഇതുപോലത്തെ ഗ്രേവി കിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടിയൊക്കെ ഡയറക്റ്റ് ചേർത്തുണ്ടാക്കിയാൽ ഇതുപോലെ ആയി കിട്ടില്ല. അപ്പോൾ ഈ മീൻ കറി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരില്ലേ? നല്ല അടിപൊളി കറിയല്ലേ. ഇതിൻ്റെ ഗ്രേവി മാത്രം മതി, നമുക്ക് എത്ര വേണേലും ചോറ് കഴിക്കാം. അപ്പത്തിനും പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്